ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ റെസിപ്പി വീഡിയോ അല്ല, ഇന്നലെ ചെയ്ത സെയിം വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നമ്മൾ റെസിപ്പി വീഡിയോ ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഡെക്കറേഷൻ വീഡിയോ അധികം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഡെക്കറേഷൻ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. ഒത്തിരി സന്തോഷമായി. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് പറഞ്ഞു തരാം എന്ന് കരുതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് ഒന്നും ചെയ്തെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ക്രീം വെച്ചിട്ട് മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുക. എന്നിട്ട് ഇതാ ഈ നോസിലാണ് എടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ നോസിൽ നമ്പർ ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് നമ്പർ പറഞ്ഞു തരാത്തത്. അപ്പോൾ എല്ലാവരും ഈ ഷേപ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഈ നോസിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഈ നോസിൽ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെയാണ് റൊസെറ്റ്സ് വരച്ചു കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. സാധാരണ റൊസെറ്റ് വരച്ചിട്ട് നിങ്ങൾക്ക് ശരിയാവാത്തത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പുറമേ നിന്ന് ഉള്ളിലോട്ട് അങ്ങ് ആക്കി കൊടുക്കും. അങ്ങനെ ചെയ്യാതെ ഇതാ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഉള്ളിൽ നിന്ന് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് ചുറ്റിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ടുള്ള റൊസെറ്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ റൊസെറ്റ്സ് വരക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇതുപോലെ ലൈറ്റ് ഷെയ്ഡായിട്ട് ചെയ്താൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. ലൈറ്റ് ബ്ലൂ, ലൈറ്റ് പിങ്ക് കളറ്, അതുപോലെ തന്നെ ഡാർക്ക് റെഡ് എടുക്കാതെ ലൈറ്റ് റെഡ് കളറ്, ലൈറ്റ് യെല്ലോ കളറ്, അങ്ങനെ ചെയ്താൽ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് 2 കളറായിട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ താഴെ ലൈറ്റ് കളറ്, മുകൾ ഭാഗത്ത് ഡാർക്ക് കളറ്, അങ്ങനെയൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഷാർപ്പ് എഡ്ജ് ആക്കി ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ കേക്ക് കാണാനായിട്ട്, ഒരു പ്രത്യേക ലുക്ക് ഉണ്ടാവും കേക്കിന്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അടുപ്പിച്ചിട്ട് ഇതേപോലെ റൊസെറ്റ്സ് വരച്ച് കൊടുക്കണം. ഇനി എങ്ങാനും അവിടെ ഗ്യാപ്പ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതേ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഒരു സ്റ്റാർ പോലെ ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ റൊസെറ്റായിട്ട് ചുറ്റിച്ചെടുക്കണം എന്നില്ല. ഞാനിപ്പോൾ കേക്ക് ക്രം കോട്ട് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ കേക്കിൽ തന്നെ അത്യാവശ്യം തിക്കായിട്ട് ക്രീം ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേ തന്നെ ഇതുപോലെ നല്ല ഹെവി ആയിട്ടല്ലേ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രീം നല്ല അധികമായിട്ട് പോവും ചെയ്യും, നമ്മുടെ കേക്കിൻ്റെ വെയിറ്റും അങ്ങ് കൂടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്തെടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ക്രം കോട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും. നിങ്ങൾ ആദ്യമായിട്ട് കേക്കൊക്കെ ചെയ്തെടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പൈപ്പിംഗ് ബാഗ് പിടിച്ചിട്ട് നമ്മുടെ ക്രീം ഇതുപോലെ ചെയ്തെടുക്കാൻ ഇത്തിരി പരിചയക്കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കേക്കിൽ ചെയ്യുന്നതിന് മുൻപ് ഇതുപോലെ പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കുക. നമുക്ക് ഇതുപോലെ അങ്ങ് ആയി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അങ്ങനെ 2-3 തവണയൊക്കെ റൊസെറ്റ്സ് വരച്ചെടുക്കുമ്പോഴേക്കും നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ താഴേന്ന് വേണം ഇതിങ്ങനെ ചെയ്ത് വരാനായിട്ട്. ഇപ്പോൾ നമ്മൾ ടോപ്പ് പോർഷൻ എത്തിയിട്ടുണ്ട്. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്ര പെട്ടെന്ന് നമ്മുടെ ഐസിങ് കഴിയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അല്ലെങ്കിൽ നമ്മൾ ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനായിട്ട് 1 മണിക്കൂർ, ചിലപ്പം എനിക്ക് എന്തായാലും ഒരു 3/4 മണിക്കൂറൊക്കെ എനിക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിലൊക്കെ ആവും ഞാൻ ചിലപ്പോൾ ഷാർപ്പ് എഡ്ജൊക്കെ ചെയ്തെടുക്കുന്നത്. പക്ഷേ എനിക്ക് അത്രയും സമയം എടുക്കുന്നുണ്ട്. ഇനിയും ഞാൻ ഷാർപ്പ് എഡ്ജ് ആവാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം. കാരണം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും പ്രാക്ടീസ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസൈന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്തായാലും യൂസ്ഫുൾ ആകും. ഇപ്പോൾ നിങ്ങൾക്കൊരു 1/2 kg അല്ലെങ്കിൽ 1 kg ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഇപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഓർഡറൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണിത്. അപ്പോൾ കണ്ടില്ലേ, കേക്ക് മുഴുവനായിട്ട് ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരല്പം ഷുഗർ ബോൾസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിൽ ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലീഫ് നോസിലിട്ടിട്ട് ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർ പോലെ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് ചെയ്യുന്നത് ഗ്രീൻ കളർ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ലീഫ് നോസിലിട്ടിട്ട് എവിടെയെങ്കിലും ഗ്യാപ്പ് കാണുന്ന അവിടെ ലീഫ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ ഡെക്കറേഷൻ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്കൊരു 5 മിനിറ്റ് മാത്രം മതി ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്